PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 8-ാം തീയതി, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ 593/2023 കാറ്റഗറിയിലുള്ള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ, PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ആൻസർ കീ പരീക്ഷ എഴുതിയവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ നോക്കാം. അതുപോലെ മറ്റ് പരീക്ഷകൾ എഴുതുന്നവർ, LGS അതുപോലെ LDC ഒക്കെ പരീക്ഷ എഴുതുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ നല്ലൊരു മോഡലായിട്ട് നിങ്ങൾക്ക് കണക്കാക്കി, അത് ഇതിൻ്റെ നല്ല ചോദ്യങ്ങളാണ്, നല്ല സ്റ്റാൻഡേർഡൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കത് പഠിക്കാവുന്നതുമാണ്. അപ്പം മറ്റ് പരീക്ഷയ്ക്ക്, PSCയുടെ മറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണവർക്ക് പഠിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് നല്ല സ്റ്റാൻഡേർഡും കുറച്ച് ടഫൊക്കെ ആയിരുന്നു. അപ്പോൾ കട്ട് ഓഫ് ഏകദേശം ഒരു 60ൻ്റെ അടുത്തൊക്കെ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയാണ് ഇതിൽ ശരിയായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഉത്തരം B ആണ്. ഇനി രണ്ടാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏവ? അത് ഒന്നാമത്തെ ജപ്പാനും പിന്നെ മൂന്നാമത്തെ ജർമ്മനിയാണ്. അപ്പോൾ ഉത്തരം C ആണ്. ഇനി 3, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? അത് മൂന്നാമത്തെ ഡൽഹി സർവകലാശാലയും നാലാമത്തെ ശാന്തിനികേതനുമാണ്. അപ്പോൾ D ആണ് ആൻസർ. ഇനി 4, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? അത് മൂഷക രാജവംശവും പിന്നെ ആയ് രാജവംശമാണ്. അപ്പോൾ ഉത്തരം C ആണ്. ഇനി 5, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? അത് കുമിന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയും. A ആണ് ആൻസർ. 6, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ? അത് ബുധനും ശുക്രനുമാണ്, അതായത് ഒന്നാമത്തെയും നാലാമത്തെയും. അപ്പോൾ D ആണ് ആൻസർ. ഇനി അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അസ്തനോസ്ഫിയർ. C ആണ് ഏഴാമത്തെ ഉത്തരം. ഇനി 8, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെ? അപ്പോൾ ഒന്നാമത്തെയാണ്, അതായത് വൈദ്യുത ചാർജുള്ള അയോൺ കണികളുടെ സാന്നിധ്യമുള്ള പാളിയാണ്. പിന്നെ നാലാമത്തെ, ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഇതാണ്. അപ്പോൾ A ആണ് ആൻസർ. ഇനി 9, കാരക്കോറം, സസ്കർ, പിർബഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? അത് കാശ്മീർ ഹിമാലയാണ്. A ആണ്. 10, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? അത് ഉത്തരം C കാപ്പിയാണ്. ഇനി 11, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇളമ്പാരി മല. D ആണ്. 12, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മാൻസിനസ് C, സിംപെലിയസ് N. B ആണ്. 13, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? നീതി ആയോഗ്. D ആണ്. 14, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. D ആണ്. 15, ഗ്രാമവികസനത്തിന് ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡ്. D ആണ്. 16, സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പണപ്പെരുപ്പം. C ആണ്. 17, സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP എന്ന് പറയും. B ആണ്. ഇനി 18, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. B ആണ്. 19, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ Bയും Cയും ശരിയാണ്. അപ്പോൾ B ആണ് ആൻസർ. ഇനി 20, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. അതിൽ എയും ബിയും ഡിയും തെറ്റാണ്.
സി മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഉത്തരം ബി ആണ്. ഇനി 21. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. അത് ഡോക്ടർ BR അംബേദ്കർ, സി ആണ്. 22. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് സി ആണ്, നിർദ്ദേശക തത്വങ്ങളിൽ. 23. ചേരുംപടി ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ഡി ആണ്. എക്ക് 2, ബിക്ക് 1, സിക്ക് 4, ഡിക്ക് 3. 24. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. അത് സർക്കാരിയ കമ്മീഷൻ, ബി ആണ്. ഇനി 25. ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിനു മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ. അത് സുഭാഷ് ചന്ദ്രബോസ്, സി ആണ്. 26. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. അപ്പോൾ അതിൻ്റെ ഉത്തരം എ ആണ്. എക്ക് 2, ബിക്ക് 1, സിക്ക് 4, ഡിക്ക് 3. എ ആണ്. 27. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസാക്കിയത് എന്ന്. 2023 സെപ്റ്റംബർ 20. സി ആണ്. 28. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. കളിത്തട്ട്, ഡി ആണ്. ഇനി 29. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. VD ഭട്ടതിരിപ്പാട്, എ ആണ്. 30. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. സ്നേഹസാന്ത്വനം, ഡി ആണ്. 31. ചേരുംപടി ചേർക്കുക. അതിൽ എക്ക് 2, ബിക്ക് 1, സിക്ക് 3, ഡിക്ക് 4. അപ്പോൾ ഉത്തരം ഡി ആണ്. 32. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്ത്. അപ്പോൾ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ്, സി ആണ്. 33. മലേറിയ രോഗകാരികളായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരൾ കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉത്തരം ഡി ആണ്. ഇനി 34. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏത്. അത് ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, പിന്നെ NTO, ബി ആണ്. 35. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ത്. അത് ബി ആണ്. ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യ പ്രതിരോധം നൽകുക, ബി ആണ്. 36. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് ഫേസി, എ ആണ്. 37. പ്രകാശവർഷം അതായത് ലൈറ്റ് ഇയർ എന്നത് ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഡി ആണ്. 38. 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ എത്ര. അപ്പോൾ പവർ കാണാൻ P = വർക്ക് ബൈ ടൈം, പ്രവൃത്തി ബൈ സമയം. അതായത് 1000/2 500 വാട്ടാണ്. ഇനി 39. ജിയുടെ വില ധ്രുവങ്ങളിലേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്ത്. അത് ഭൂമിയുടെ ആകൃതി തന്നെയാണ്. ഭൂമിയുടെ ശരിക്കുള്ള ഗോളാകൃതിയല്ല. രണ്ടറ്റവും ഒരു അമർത്തി വെച്ചൊരു പന്തിൻ്റെ ഗോളാകൃതിയാണ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി തന്നെയാണ്. അപ്പോൾ ഉത്തരം എ ആണ്. ഇനി 40. ISRO ഈയിടെ വിക്ഷേപിച്ച INSAT-3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്. അത് കാലാവസ്ഥ ഉപഗ്രഹം, ബി ആണ്. 41. ആറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏതു പീരിയഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ 4ാമത്തെ പീരീഡും 13ാമത്തെ ഗ്രൂപ്പും, സി ആണ്. 42. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്. അത് ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്, ബി ആണ്. ഇനി 43. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവമുള്ളത് പൊട്ടാസ്യമാണ്, പിന്നെ മഗ്നീഷ്യം, പിന്നെ അലൂമിനിയം, പിന്നെ സിലിക്കൺ. അതായത് എ ആണ് ഉത്തരം. 44. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്. അത് ഡി ആണ്, ലിഥിയം. 45. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായിക മേളയുടേതാണ്. ഒളിമ്പിക്സ്, സി ആണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്. ഓപ്പൺഹൈമർ, ബി ആണ്.
47ാമത്തെ കവിതയുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 48 CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? അത് സാകേതവും ലങ്കാലക്ഷ്മി. അപ്പോൾ സി ആണ് ഉത്തരം. 1ഉം 4ഉം ആണ്. അപ്പോൾ സി ഉത്തരം. 49 കണ്യാർകളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും യോജിക്കും. അപ്പോൾ സി ആണ് ഉത്തരം. 50 ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്കു നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? അപ്പോൾ ശരൺകുമാർ ലിംബാളെയും പ്രഭാവർമ്മയും. ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ. അപ്പോൾ 2, 3 ആണ്. അതായത് ബി ആണ് ഉത്തരം. ഇനി 51 ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 എങ്കിൽ 17ാം പദം എത്ര? അപ്പോൾ ഉത്തരം 30 സി ആണ്. അപ്പോൾ n-ാം പദം കാണാനുള്ള ഫോർമുല TN = A + n - 1 × D, അതായത് പൊതുവ്യത്യാസം. D എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, A എന്ന് പറഞ്ഞാൽ ആദ്യ പദം, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ പദമാണെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്യുമ്പോൾ 30 കിട്ടും. സി ആണ് ഉത്തരം. ഇനി 52 9ൻ്റെ 26%. അപ്പോൾ 9 × 26/100 + 15 × 42/100 = 27 × x/100 ചെയ്ത് വരുമ്പോൾ എക്സിൻ്റെ വില 32A കിട്ടും. 53 1³ + 2³ + 3³ + എക്സെട്ര 20³ അതിൻ്റെ ഉത്തരം 44,100 D കിട്ടും. 54 ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം 1422 cm² ആയാൽ ചതുരക്കട്ടയുടെ ഉയരം എത്രയായിരിക്കും? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ 24 B ആണ് ഉത്തരം കിട്ടുക. ഇനി 55 ഒരാൾ 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിനു ശേഷം 6,300 രൂപ പലിശ കിട്ടിയാൽ പലിശ നിരക്ക് എത്രയായിരിക്കും? അപ്പോൾ I = സാധാരണ പലിശയാണ്. I = PNR/100. അപ്പോൾ D ഉത്തരം 7% കിട്ടും ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ. ഇനി 56 ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം 40 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിലും ശേഷിക്കുന്ന 5 മണിക്കൂർ സമയം 48 കിലോമീറ്റർ പ്രതി വേഗതയിലും സഞ്ചരിച്ചാൽ കാറിൻ്റെ ശരാശരി വേഗത എത്ര? അപ്പോൾ ശരാശരി വേഗത കാണാൻ ആകെ സഞ്ചരിച്ച ദൂരം ബൈ ആകെ എടുത്ത സമയം. അപ്പോൾ നിങ്ങളിവിടെ ഓരോന്നിലും സമയവും വേഗതയും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് സങ്കല്പിച്ചിട്ട് നമ്മൾ ആ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ 45 കിലോമീറ്റർ പ്രതി മണിക്കൂർ ബി ഉത്തരം കിട്ടും. ഇനി 57 റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചിട്ട് കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്ന് എത്ര അകലത്തിലാണ് റാണി ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾ ആ ഡയറക്ഷൻ നോർത്ത് മുകളിൽ, സൗത്ത് താഴെ, വെസ്റ്റ് ഇടതുഭാഗത്ത്, ഈസ്റ്റ് വലതുഭാഗത്ത്, അപ്പോൾ അങ്ങനെ ഇത് വരച്ച് ചെയ്തു വരുമ്പോൾ 50 മീറ്റർ A കിട്ടും ഉത്തരം. 58 ഒരു ക്ലോക്കിൽ 10:10 AM സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ 115 ഡിഗ്രി ചെയ്ത് വരുമ്പോൾ കിട്ടും. സി ആണ് ഉത്തരം. ഇനി 59 √10 × √2³ × √5³ അപ്പോൾ നിങ്ങളിവിടെ ആദ്യം ബ്രാക്കറ്റിൽ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വേണം ഇത് അവസാനം എല്ലാം കൂടിയുള്ള റൂട്ട് കാണാൻ. ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ റൂട്ടുകൾ കാണുക. അങ്ങനെ വരുമ്പോൾ സി ഉത്തരം കിട്ടും, 100 ഉത്തരം കിട്ടും. 60 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണ്ടിവരും. എങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? അത് 15 ദിവസം ബി കിട്ടും ചെയ്തു വരുമ്പോൾ. ഇനി 61 they did not come until the meeting was half over. അത് ബി ആണ് ഉത്തരം. 62 he still keeps in touch with most of his old schoolmates. അപ്പോൾ എ ആണ്. 63 we dash of coffee so we adjusted with tea. we run out of coffee. സി ആണ്. 64 would you mind waiting here till I return. ഡി ആണ് വരിക. 65 he is a European tourist.
അപ്പോൾ ഡി ആണ് വരിക. 66 യെസ്റ്റർഡേ ഷാരോൺ വെൻറ്റ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. അപ്പോൾ എ ആണ് വെൻറ്റ്. ഇനി 67 മൈ ബർത്ത്ഡേ ഈസ് ഓൺ ഒക്ടോബർ 28 വരിക, സി ആണ്. 68 ദ മീനിങ് ഓഫ് ദ വേർഡ് ഗാർലസ്, സി ആണ് ടോക്കറ്റീവ്. 69 നൈദർ ഓഫ് അസ് ലൈക്സ് സ്വീറ്റ്സ്, സി ആണ് വരിക. 70 കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ് ഹോസ്, ബി ആണ്. 71 വിപരീത പദം എഴുതുക, വിയോഗം സംയോഗം, എ ആണ്. 72 ചുവടെ തന്നിരിക്കുന്നതിൽ വിഹകം എന്നർത്ഥം വരുന്ന പദമേത്, പക്ഷി, ഡി ആണ്. 73 ചേർത്ത് എഴുതുക, ദു പ്ലസ് ജനം, ദുർജനം, സി ആണ്. ശരിയായ ജോഡി ഏത്, അപ്പോൾ ബി ആണ്, മഞ്ഞ്, നീഹാരം, തുഷാരം. 75 എതിർലിംഗം എഴുതുക, ഭൃത്യ, ഭൃത്യൻ, സി ആണ്. 76 ദ്വിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക, അപ്പോൾ ദ്വിഗ്വിജയം എന്ന് പറഞ്ഞാൽ ദിക്കുകളെ ജയിക്കൽ, ഡി ആണ്. പിരിച്ചെഴുതുക 77 അവൻ, ആ പ്ലസ് അൻ, സി ആണ്. 78 ശരിയായ പദം എഴുതുക, ഇവിടെ തന്നിരിക്കുന്നതിൽ എ ആണ്, ആഖ്യാനം. 79 കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്, നാടോടുമ്പോൾ നടുവേ ഓടണം, ഡി ആണ്. 80 എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്, ശരിയായ പരിഭാഷ ഏത്, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ബി ആണ്. ഇനി 81 ഏതു സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിനു താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്, ശൈശവം, ബി ആണ്. 82 താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത് ഏത്, അത് ഡി ആണ്, 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. 83 താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായി കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്, അപ്പോൾ എ ആണ് ഒന്നാമത്തെ രണ്ടാമത്തെ. 84 സെഡ് പണമുള്ള തൻ്റെ പേഴ്സ് താഴെയിടുന്നത് എ കാണുന്നു. എ പേഴ്സ് എടുക്കുന്നത് സെഡിനു പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്, എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന ഏത് കുറ്റകൃത്യമാണ് എ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ബി ആണ്, സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗം. 85 നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിനു താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം, അത് സി ആണ്, മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ട് ഇല്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. 86 1973 ക്രിമിനൽ നടപടിക്രമം സെക്ഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ, അത് ബി ആണ്, അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുൻപ്. 87 FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ മൂന്നാമത്തെ അങ്ങനെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയുള്ളത് ഏതൊക്കെയാണ്, 1ഉം 3ഉം മാത്രമാണ് ശരി, രണ്ടാമത്തെ തെറ്റാണ്, അപ്പോൾ ബി ആണ് ഉത്തരം. ഇനി 88 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രയോഗത്തിനു താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം, അത് ഒന്നാമത്തെയും നാലാമത്തെയാണ്. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണമെന്നും വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണമെന്നും, അപ്പോൾ ഡി ആണ് ഉത്തരം. 89 കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്, അത് ബി ആണ്, സാങ്കേതിക കാര്യങ്ങളിൽ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. ഇപ്പോൾ 90 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏത്, അത് സി ആണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഇനി 91 താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്, അത് ബി ആണ്, പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക, ബി ആണ്. 92 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏത്, അത് സി ആണ്, അഴിമതി, സാൻമാർഗിക അധപതനം, പെരുമാറ്റദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ. 93 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ ഏതു വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്, അത് സെക്ഷൻ 31A ആണ് ഉത്തരം.
94. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണ്. സി ആണ് ഉത്തരം. 95. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? എ ആണ് പിഴയോടുകൂടി 5 വർഷം വരെ തടവ്. 96. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത്? ബി ആണ് 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗികാതിക്രമം. 97. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്നവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഉത്തരം സി ആണ്. സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. ഇനി 98. 2000 വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? അത് ബി ആണ്. വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. ഇനി 99. 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? എ ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. ഇനി 100. വിവരാവകാശ നിയമമനുസരിച്ച് മൂന്നാം കക്ഷിയായാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ 5 ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. അപ്പോൾ ഡി 5 ആണ് ഉത്തരം. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ജൂൺ 8 നടന്ന പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ സ്കോർ നിങ്ങൾ കണ്ടെത്തി കഴിയുമെങ്കിൽ കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. ഈ ആൻസർ കീ അതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീയിൽ അതൊക്കെ മാറ്റി തിരുത്തലുകളൊക്കെ വരുത്തിയതിന് ശേഷം ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യണതുമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ PSC പരീക്ഷ എഴുതുന്ന LGSും LDCയും പോലുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പഠിച്ച് അതിൻ്റെ മോഡലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.